വടക്ക് പടിഞ്ഞാറ് ദിശയിൽ, എത്യോപ്യയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. ഈ ചാരം ആകാശത്തേക്ക് പോയി, ചാരമുണ്ട് ഗ്യാസും ഉണ്ട്, അത് ചേർത്തിട്ട് ഇത് പൊട്ടിത്തെറിച്ച് ആകാശത്ത് ഒരുപാട് അടി, ഇപ്പോൾ 10,000 അടി 15,000 അടി പൊക്കത്തിലേക്ക് പോകും. പൊക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു മേഘം പോലെ രൂപപ്പെട്ട് മെല്ലെ കാറ്റിൽ പറന്ന് വരും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏകദേശം തെക്ക് പടിഞ്ഞാറാണ് ഈ യമൻ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തെക്ക് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ എത്യോപ്യ, സൗത്ത് ആഫ്രിക്ക എന്ന് വയ്ക്കും. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് നൂല് പിടിച്ചാൽ യമൻ്റെ താഴെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പറയുമ്പോൾ ഇത് തെക്ക് പടിഞ്ഞാറായിട്ട് വരും. കാറ്റടിക്കുന്നത് വടക്ക് പടിഞ്ഞാറോട്ടേക്കാണ്. അങ്ങനെ അത് യമനിലേക്ക് കയറുന്നു, ഒമാനിലേക്ക് വരുന്നു, പിന്നെ പാകിസ്ഥാനിലേക്ക് കയറുന്നു, ഡൽഹിയിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഹിമാലയത്തിലേക്കായിരിക്കും മിക്കവാറും, ഉത്തരാഖണ്ഡ് വഴി ഹിമാലയ പ്രദേശങ്ങളിലേക്കായിരിക്കും പോകുന്നത്. ഹിമാലയം ക്രോസ് ചെയ്യാൻ അതിനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിമാലയത്തിൻ്റെ അവിടെ വെച്ചായിരിക്കുന്നത്. എൻ്റെ ഒരു ഊഹം ഞാൻ പറയുകയാണ്. കാരണം ഇതൊന്നും കാറ്റ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വീശിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എന്നൊക്കെ വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.